നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SRH വേഴ്സസ് KKR മാച്ചിന്റെ പ്രിവ്യൂ ആണ്. അതുപോലെ തന്നെ PBKS വേഴ്സസ് GT അഹമ്മദാബാദിൽ നടക്കുന്ന മാച്ചിനെ പറ്റിയിട്ടുള്ള ഈ രണ്ട് മാച്ചിനെ പറ്റിയിട്ടുള്ള പ്രിവ്യൂ നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോയിൽ തന്നെ നോക്കാൻ പോവാണ്. ഒരു ക്വിക്ക് പ്രിവ്യൂ ആണ്, നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മാച്ചിലേക്ക് തന്നെ വരാം. എന്താണ് ഗ്രൗണ്ട് കണ്ടീഷൻസ് KKR വേഴ്സസ് SRH? കളി നടക്കുന്നത് നമ്മുടെ കളി നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൻ്റെ പിച്ചിൻ്റെ സ്വാഭാവികം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഫ്ലാറ്റ് ട്രാക്കാണ്, ഹൈ സ്കോറിംഗ് ഗെയിമാണ്. അല്ലെങ്കിൽ ഇത്രയും നാളും അവിടുത്തെ രീതി അങ്ങനെയായിരുന്നു. പക്ഷേ അണ്ടർ ദ സൺലൈറ്റ്, അതായത് ഉച്ചയ്ക്ക് അങ്ങനെയല്ല പിച്ച് ബിഹേവ് ചെയ്യുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആയതായിരിക്കും. ബോളേഴ്സിന്, സ്പെഷ്യലി ഫാസ്റ്റ് ബോളേഴ്സിന് അസിസ്റ്റൻസ് കിട്ടും ആദ്യത്തെ സ്പെല്ലിലൊക്കെ. ഇപ്പോൾ പിച്ച് കണ്ടീഷൻസ് നോക്കുമ്പം ഇതിന് മുമ്പും ഇതേ കൂട്ട് തന്നെ ഉച്ചയ്ക്ക് ദിവസം അവിടെ കളി നടന്നിരുന്നു. അന്ന് SRHും LSC ആണ് കളിച്ചത്. അന്ന് SRH ഭയങ്കരമായിട്ട് കൊളാപ്സായി. 156 എന്നുള്ള രീതിയിൽ പോയി ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിട്ട്. ടോസ് LSCക്ക് ആയിരുന്നു, അവർ ബോൾ ചെയ്തു. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് SRH 156 എന്നുള്ള രീതിയിൽ കൊളാപ്സായി. LSC ചേസ് റൗണ്ട് ചെയ്തത് 165 എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്നത്തെ പെർഫോമൻസ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അന്ന് ഷമി ഓർമ്മയുണ്ടോ, 4 ഓവറിൽ 9 റൺ മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു, മാൻ ഓഫ് ദി മാച്ചായി. അതുകൊണ്ട് തന്നെ പ്രിൻസ് യാദവും ആവേശ് ഖാനും വന്ന് 2 വിക്കറ്റ് വീതം എടുത്ത് കയറി വന്നിരുന്നു. പക്ഷെ അന്ന് SRHിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനപ്പേ അല്ല, എൻ്റർലി ഡിഫറൻ്റ് ആയിരുന്നു. ഉനത്കട്ട്, ഹർഷത് പട്ടേൽ എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് രാത്രിയിൽ കളി നടക്കുന്ന പോലെ ഒരു ഹൈ സ്കോറിംഗ് ഗെയിമും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ട്രാക്കും അത്രയും ഹൈ ഇൻറ്റൻറ്റ് ഗെയിം ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ആ ട്രാക്കിൽ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ടീമും ഒരു വിന്നിങ് ഒരു മൊമെന്റത്തിലാണ് വരുന്നത്. പ്രത്യേകിച്ചും SRH വേറെ ലെവൽ മൊമെന്റത്തിലാണ് വരുന്നത്. 5 മാച്ച് കണ്ടിന്യൂസ് ജയിച്ചിട്ടാണ് വരുന്നത്. അത്രയും ഫോമിലാണ്. പാറ്റ് കമ്മിൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് ഹെഡ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞ മാച്ചിൽ എന്നുള്ളത് വലിയ പോസിറ്റീവാണ്. ഓൾറെഡി ക്ലാസ്സൻ ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പീക്ക് ചെയ്ത് ഓരോ മാച്ച് കഴിയുമ്പോഴും പീക്ക് ചെയ്ത് വരുവാണ്. അതിന്റെ പീക്ക് ഉച്ചസ്ഥാനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ക്ലാസ്സൻ. കഴിഞ്ഞ മാച്ചിലൊക്കെ കളിച്ച ഷോട്ട്സ് ഒക്കെ അസാധ്യമായിരുന്നു. സോ ഇനി KKRലേക്ക് നോക്കി കഴിഞ്ഞാൽ KKRും ഒരു ചെറിയ ഗ്ലിംസ് കാണിക്കുന്നുണ്ട്, ഒരു തിരിച്ചുവരവിന്റെ നല്ല പെർഫോമൻസ് ഉണ്ട്. വരുൺ ചക്രവർത്തി നന്നായിട്ട് ബോൾ ചെയ്യുന്നു, നല്ല ഏരിയാസിൽ ബോൾ വീഴുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ റിങ്കു സിംഗ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ ടോപ്പ് ഓർഡർ ഒരു സ്ഥിരത എത്തിയിട്ടില്ല. ബാറ്റിംഗ് ഓർഡറിൽ ഒരു കോമ്പിനേഷനിൽ ഒന്നും ഒരു സ്ഥിരത എത്താത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും KKR നിൽക്കുന്നത്. സോ ഏതെങ്കിലും രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ KKRന്? ഇതിപ്പം SRH വരുന്നത് കണ്ടിന്യൂസ്ലി 5 കളി ജയിച്ചിട്ടാണ്. ആദ്യത്തെ 4 കളികൾ തോൽക്കുകയും പിന്നീടുള്ള 5 കളി കണ്ടിന്യൂസ് ജയിക്കുകയും. ഇപ്പോൾ അതേകൂട്ട് തന്നെ SRH KKRൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 കളി ജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ 2 പോയിൻ്റേ ഉള്ളൂ KKRനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ. ഇതിന് മുമ്പ് ഈ ടീം ഒരു കളി കളിച്ചിട്ടുണ്ട് ഇതേ സീസണിൽ തന്നെ. അന്ന് SRH 226 എടുക്കുകയും KKR 166 ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അന്നും ഇതേ കൂട്ട് ഹെഡും ക്ലാസിനും അഭിഷേക് ശർമ്മയും 45 പ്ലസ് അടിച്ചിട്ടുണ്ട് 3 പേരും. 47, 48, 55 അങ്ങനെ എന്തോ ഒരു സ്കോർ. അന്നാണ് മുസർബാനി 4 വിക്കറ്റ് എടുത്തു. അന്ന് മുസർബാനിയാണ് തോറ്റുന്നു മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നത്. അതേകൂട്ട് തന്നെ നരേണും വരുൺ ചക്രവർത്തിയും അന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഈ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ ഓർക്കാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ക്ലാസിന് ഈ ടൂർണമെൻറ്റിൽ അടിച്ചിരിക്കുന്ന ഏറ്റവും ലോസ് സ്കോർ എന്ന് വെച്ചാൽ 29. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലാസിൻ്റെ മോശം സ്കോർ എന്ന് പറയുന്നത് 29. എന്തുമാത്രം രീതിയിലാണ് പുള്ളി കളിക്കുന്നതെന്നും പുള്ളിയുടെ ഹൈ ഇൻറ്റൻറ്റ് ഗെയിമുമാണ്. ഇപ്പോൾ SRHനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ടോപ്പ് 4 3 ബാറ്റ്സ്മാരും ടോപ്പ് 10 റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിൽ ഈ സീസണിലുള്ളതാണ്. അവരുടെ ബോളർ നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ മലിംഗയും പർപ്പിൾ ക്യാപ്പ് ഹോൾഡിങ്ങിന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നതാണ്. അത്ര ഒരു സുഗമമായ രീതിയിലല്ല KKR വരുന്നത്. KKR ഇപ്പോൾ പോലും അവരുടെ ബാറ്റിംഗ് ഓർഡർ സെറ്റിലാകാതെ എന്ത് ചെയ്യണം എന്നറിയാതെ, അല്ലെ ബോളേഴ്സ് പോലും ആരൊക്കെ കളിപ്പിക്കണം എന്നറിയാതെ റിങ്കു സിംഗിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് മാത്രം 2 കളി ജയിച്ച് വരികയാണ്. അതാണ് രണ്ട് ടീമിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്നുള്ളത്. അതുമാത്രമല്ല അവരുടെ പേഴ്സേഴ്സ് ഒക്കെ വളരെ മോശം പെർഫോമൻസ് ആണ്. ഇപ്പോൾ ത്യാഗിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു മാച്ചിനെ കൊണ്ടുവന്ന് പവർ പ്ലേയിൽ എത്തിച്ച് തന്നെ അവരുടെ പേസ് ബോളേഴ്സിന്റെ കയ്യിലെ പ്രശ്നങ്ങളൊക്കെയാണ്. സോ ഒരു മോസ്റ്റ് പ്രോബബ്ലി ലോജിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് KKRന് ഒരു രീതിയിലും ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് SRHന്. എങ്കിലും IPL ആണ്, 10 ടീമുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ടൂർണമെന്റ് ആവേശഭരിതമാക്കുക എന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് KKR ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. SRH ഇപ്പം നിൽക്കുന്ന ഫോമിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ടീം സേഫോടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കയറി ഒരു അന്യായ ഇന്നിങ്സ് അടിക്കുമോ, അല്ലെങ്കിൽ ഗ്രീൻ കയറി അങ്ങനെ അടിക്കുമോ, എന്തെങ്കിലും ചെയ്യുകയോ. പിന്നെ അതുപോലെ ബോളിങ്ങിൽ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസും കൂടെ ഒരു ഇച്ചിരി ബാറ്റിംഗ് ഫ്രണ്ട്ലി അല്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തു വരുന്ന രീതിയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ KKRന് എന്തെങ്കിലും സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നു. അതെ, അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോയാലോ? ഇതിനകത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പ്ലേയിങ് 11
എസ് ആർ സി പ്രത്യേകിച്ച് വലിയ ചേഞ്ചോടെ ആയിരിക്കത്തില്ല വരുന്നത്. ദേ വിൽ ട്രൈ ടു ഗോ വിത്ത് ദ സെയിം വിന്നിങ് ടീം. അവർ 5 കളിയും കണ്ടിന്യൂസ്ലി ജയിച്ച് വരുന്നുണ്ട്. ആ ഒരു വിന്നിങ് മൊമെൻറ്റം എന്നുള്ള ഒരു രീതിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. കെ കെ ആറിന് ഈ പറഞ്ഞോട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഈ കളി ജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 11 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാരായൺ ഓപ്പണിംഗ് വിത്ത് ടിം ഷൈഫേർട്ട്, 1 ഡൗൺ രഹാനെ, അത് കഴിഞ്ഞാൽ ഗ്രീൻ, അത് കഴിഞ്ഞാൽ റിങ്കു സിംഗ്, അത് കഴിഞ്ഞാൽ തേജസ്വിനി എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ഉണ്ട്, ഒരു വിക്കറ്റ് കീപ്പിംഗ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാനാണ്. അതുകൂട്ട് രണംദീപ് സിംഗ്, വൈഭവ് അറോറ, ഒന്നെങ്കിൽ പതിരാന അല്ലെന്നുണ്ടെങ്കിൽ മുസർബാനി, അതിനുശേഷം ത്യാഗി, അതിനുശേഷം വരുൺ ചക്രവർത്തിയും അതിനുശേഷം ഇമ്പാക്ട് സബായിട്ട് ഒന്നെങ്കിൽ അനുകുൽ റോയോ അല്ലെങ്കിൽ മനീഷ് പാണ്ഡെ എന്നുള്ള രീതിയിൽ ഇറക്കണം. കാരണം ഇതിനകത്ത് ഓൾറെഡി അവർക്കൊരു 6-7 ബോളേഴ്സുമായി ഒരു 7-8 ബാറ്റ്സ്മാൻമാരുമായി കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് ചെയ്യാൻ വരുന്ന ഒരു ടീമാണ്. രഹാനെ രഘുവംശി ഒരു ടീമിൽ കൊണ്ടുപോലും നടക്കത്തില്ല എന്നുള്ളതുകൊണ്ടും അവർ ഓപ്പണിംഗ് ആണ് പാളിപ്പോകുന്നതുകൊണ്ടും നരേനും ഷൈഫൂട്ട് ഇറങ്ങിയ ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടീമായിട്ട് മുമ്പോട്ട് വന്നത്. മിഡിൽ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനും റിങ്കു സിംഗും അതേകൂട്ട് തന്നെ തേജസ്വിനിയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കൊണ്ടുമാണ്. രണംദീപ് സിംഗും റിങ്കുവും നല്ലൊരു രീതിയിൽ ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനും സാധ്യതയുണ്ട്. ഓൾറെഡി ഇതിനകത്തിൽ 6 ബോളേഴ്സും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്റ്സ്മാരും ഡെപ്തും ഉണ്ട്. ഈ ടീമാണ് എന്നുണ്ടെങ്കിലേ മുമ്പോട്ട് പോക്ക് ഇനിയും കെ കെ ആറിനെ കൊണ്ട് നടക്കത്തുള്ളൂ. റോമൻ പവലിനെ കൊണ്ടൊന്നും മുമ്പോട്ട് പോക്കൊന്നും അധികം നടക്കത്തില്ല. പക്ഷേ റോമൻ പവല് അവരുടെ ആകെ ഉള്ളൊരു ഫിനിഷിങ്ങിലുള്ളൊരു ഒരു എക്സ്പ്ലോസീവ് ഓപ്ഷനാണ്. പുള്ളി കളിച്ചിട്ടില്ല ഇതുവരെ, നല്ല ഒരു ഇന്നിങ്സ് ഒന്നും കളിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊരു ഓപ്ഷനാണ്. പിന്നെ ഈ ന്യൂ കമർ ഒക്കെ കൊണ്ട് രമൺദീപ് സിംഗിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ഒത്തു വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നോക്കാം. എന്തായാലും സീസണിൽ അവർക്കൊരു പ്രതീക്ഷ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബ്രോ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഇനി പരീക്ഷണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാനുള്ള അവസരം മാത്രമാണ് കെ കെ ആറിനെ സംബന്ധിച്ച്. സോ ചലഞ്ച് ചെയ്യാൻ പറ്റട്ടെ. എസ് ആർ എച്ചിന്റെ ടീം സെയിം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അതിനകത്ത് ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മാച്ചിലേക്ക് പോകാം. ജി ടി വേഴ്സസ് പി ബി കെ എസ്. അതും രണ്ട് ടീമും ഒരു നല്ല വിന്നിങ് മൊമെന്റത്തിലാണ് വരുന്നത്. ജി ടിയും അതുപോലെ തന്നെ ജി ടി അന്യ കോൺഫിഡൻസ് ആയിരിക്കും. RCB അടിച്ചതിന്റെ ഗില്ലിന്റെ രണ്ടാമതൊരു പോസ്റ്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ രണ്ടാമതൊരു പോസ്റ്റ് വിരാട് കോഹ്ലിയുടെ ഒരു അഗ്രഷനൊക്കെ കാണിച്ചിട്ട് RCB തോന്നിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണ് ഗില്ലിന്റെ. അതായത് അടിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി ടീമായിട്ട് വരുന്നത്. അതുപോലെ നെഹ്റയുടെ ഒരു ടാക്ടിക്സും എല്ലാ കാര്യങ്ങളും അവർക്ക് വർക്കായി വരുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലൊക്കെ RCB പക്കായിട്ട് പ്ലാൻ ചെയ്ത് അവർ തീർത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബിന് ഈസി ആയിരിക്കില്ല ഈ ഒരു മാച്ച്. പ്രത്യേകിച്ചും ഇത് അഹമ്മദാബാദിൽ അവരുടെ ഹോം ഗ്രൗണ്ടിലുമാണ് ജി ടിയുടെ. സോ ജി ടിയുടെ ഹോം ഗ്രൗണ്ടിലാണ്. ജി ടിയുടെ ഹോം ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് നല്ലൊരു ബൗൺസിങ് ക്യാരിയും അതേകൂട്ട് തന്നെ അവരുടെ ഹെഡ് ദ ഡെക്ക് ബോളർ ടൈപ്പിന് 8 മീറ്റർ ടു ഷോർട്ട് ലെങ്ത് ബോളർ ടൈപ്പിങ്ങിന് പറ്റിയ ഒരു പിച്ച് കണ്ടീഷൻസും അതേകൂട്ട് തന്നെ ഗ്രൗണ്ട് കണ്ടീഷൻസും ആയതുകൊണ്ട് ജി ടിയുടെ ബോളേഴ്സ് ചില്ലറ കളി ആയിരിക്കത്തില്ല. അവരെ ഒരു വലിയ ത്രെറ്റ് തന്നെയാണ്. ലോങ് ബൗണ്ടറീസ് ആയിരിക്കും പൊതുവേ. അതേകൂട്ട് തന്നെ ഒരു 200 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു ടോട്ടൽ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലാതെ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം എന്നുള്ള രീതിയിൽ പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവിടെ വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ 40 വിക്കറ്റോളം ഈ സീസണിൽ തന്നെ ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തിരിക്കുന്നത്. 17 എണ്ണം മാത്രമേ സ്പിന്നേഴ്സ് എടുത്തിട്ടുള്ളൂ. അതിൽ 90% റിസ്റ്റ് സ്പിന്നേഴ്സാണ് എടുത്തിട്ടുള്ളത്, ഫിംഗർ സ്പിന്നേഴ്സ് അല്ല. പിന്നെ ഈ പറയുന്നോട്ട് ജി ടി വരുന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ 5 എണ്ണം 9 ജയിച്ചിട്ടാണ് വരുന്നത്. ഒരു ഒറ്റക്കളി മാത്രമുള്ള അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്, ബാക്കി എല്ലാ കളിയും ചേസ് ചെയ്താണ്. ഈ ചേസ് ചെയ്ത പോലും മാക്സിമം സ്കോർ അവർ ചേസ് ചെയ്തിരിക്കുന്നത് 180 ആണ്. അതായത് അവരുടെ റേഞ്ചിനകത്ത് ബോളേഴ്സ് എക്സൽ ചെയ്ത് ഒരു റേഞ്ചിനകത്ത് കൊണ്ടെത്തി അത് ചേസ് ഡൗൺ ചെയ്താൽ ജയിച്ച് വന്നിട്ടുള്ളൂ. ഇപ്പം ജി ടി വരുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി CSKയിൽ പോയി ചെന്നൈയെ കൺവിൻസിംഗ്ലി തോപ്പിച്ചു. ഗുജറാത്തിൽ ചെന്ന് RCB കൺവിൻസിംഗ്ലി തോപ്പിച്ചു. ആ ഒരു കോൺഫിഡൻസോടെയാണ് വരുന്നത്. പക്ഷേ പഞ്ചാബ് ആണെങ്കിൽ മറു സൈഡിൽ അവരുടെ ബോളിങ് നല്ലൊരു പ്രശ്നമാണ്. അവർ എല്ലാ കളിയും ജയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ കളി തോക്കാനുണ്ടായ ഒരു പ്രധാന കാര്യം അവരുടെ ബോളിംഗ് തന്നെയാണ്. അവരുടെ ബോളിങ്ങിൻ്റെ വീക്ക്നെസ് ഓരോ കളികൾ കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയാണെങ്കിൽ തന്നെ ഒരു തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആകെ ഒറ്റ കളിയെ തോറ്റിട്ടുള്ളൂ, ബാക്കി 9 കളി അവർ ജയിച്ചിട്ടുണ്ട്. 5 എണ്ണവും ചേസ് ചെയ്താണ് ജയിച്ചിരിക്കുന്നത്. ചേസ് ചെയ്യുന്നതിൽ അവർക്ക് ഒരു ലിമിറ്റും ഇല്ല. അവർ 300 അടിച്ചു കഴിഞ്ഞാലും ചേസിങ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ടീമാണ്. പക്ഷേ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250+ സ്കോറാണ് അവരാകെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 200 താഴെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽപ്പുണ്ട്. ഇതിന് മുമ്പ് ലാസ്റ്റ് ടൈം ഇവർ തമ്മിൽ കളിച്ചപ്പോഴത്തേക്കിന് ജി ടി 122-6 എന്നുള്ള രീതി ഒതുങ്ങുകയും പഞ്ചാബ് അന്ന് 165-7 എന്നുള്ള രീതിയിൽ കളി ജയിക്കുകയും ചെയ്തു. അന്ന് വിജയകുമാർ വൈശാഖായിരുന്നു 3 വിക്കറ്റ് എടുത്തിരുന്നത്. അന്ന് ജി ടിയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം സെൻസിബിൾ ഇന്നിങ്സ് കളിച്ചിട്ടാണ് 160 ഒതുങ്ങിപ്പോയത്. അന്ന് കൂപ്പർ കോൺലി ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഒരു 44 ബോൾസിൽ 72 അടിച്ച് അങ്ങനെ മാൻ ഓഫ് ദി മാച്ചായി. അതായത് കൂപ്പർ കോൺലിയുടെ
ഒരു വരവ് പ്രഖ്യാപിച്ച ഒരു കളിയായിരുന്നു അറിയിച്ച അതും. മാച്ച്. അതെ. സോ ബേസിക്കലി ഈ രണ്ട് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ടിയുടെ ബോളിങ്ങും പഞ്ചാബിന്റെ ബാറ്റിംഗും തമ്മിലാണ് കോമ്പറ്റീഷൻ. രണ്ട് സൈഡിന്റെയും വീക്ക്നെസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ജി ടിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ബാറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് ബാറ്റിങ്ങും ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് വളരെ കുറവാണെന്നുള്ളത്. എക്സാക്ട്ലി പഞ്ചാബിനെ സംബന്ധിച്ച് ബോളിങ്ങിൽ ബോളിംഗ്. ഇതുവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴെല്ലാം പരാജയപ്പെട്ടിട്ടുമുണ്ട്. സോ അതാണ്. സോ പഞ്ചാബിനെ സംബന്ധിച്ച് മുന്നോട്ട് ടൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ വർഷം കപ്പടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബൗളിങ്ങിന്റെ കാര്യം സ്ട്രെങ്തൻ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ബ്രാത്ത്ലെറ്റ് തന്നെയാണ് കുറച്ചും കൂടെ ഫർഗൂസിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള മാച്ചസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫർഗൂസൺ ഒരു ചെറിയൊരു ഫുൾ ഒരു ഇതിൽ ഓണായിട്ട് തോന്നുന്നില്ല, എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ആൻഡ് ബ്രാത്ത്ലെറ്റ് ക്യാൻ ബാറ്റ് ഓൾസോ. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നു. പിന്നെ വൈശാഖ്, വിജയകുമാർ, എനിക്കൊന്നും ഒരു കോമ്പിനേഷൻ, ബോളിംഗ് കോമ്പിനേഷൻ എന്തൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു തോന്നുന്നല്ലേ ബോളിംഗ് കോമ്പിനേഷനിൽ, വൈശാഖിനെ അതായത് കളിപ്പിച്ചില്ല. ഞാൻ പഞ്ചാബിനകത്തിൽ 2 ചേഞ്ചസ് ആണ് ബേസിക്കലി നോക്കി കാണുന്നത്. ഒന്ന്, സൂര്യാശിഷ് ഷഡ്ജെ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാനെ പുറത്തിറക്കിയിട്ട് ശശാങ്ക് സിംഗ് കളിക്കുകയും അതുകൊണ്ട് തന്നെ ലോക്കി ശശാങ്ക് ഫെർഗൂസനെ ഓബിയസ്. പുറത്തിറങ്ങിയിട്ട് വിജയകുമാർ വൈശാഖ് കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലൈക്ക് ഇനിഷ്യലി ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഈ പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോക്കി ഫെർഗൂസൺ ഇച്ചിരൂടെ സ്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ആണ്. ലോക്കി ഫെർഗൂസൺ ഹിറ്റ് ദ ഡെക്ക് ടൈപ്പ് ഓഫ് ബോളറാണ്. അതിന് പറ്റിയൊരു പിച്ചും അതിൻ്റെ കണ്ടീഷൻസുമാണ്. അതുകൊണ്ട് ഇവിടെ ലോക്കി ഫെർഗൂസനെ പുറത്തിരുത്തുമോ, അല്ലെ വൈശാഖ് വിജയകുമാർ ലാസ്റ്റ് കളി ഇവർക്കെതിരെ പെർഫോം ചെയ്തെങ്കിലും അകത്തും വരുമോ എന്നുള്ളതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. അതുകൊണ്ട് അതിൽ അവർ ഇടപെടാതിരിക്കും. മിക്കവാറും ലോക്കി ഫെർഗൂസൺ തന്നെ കളിക്കാനാണ് സാധ്യത. പക്ഷേ അല്ല, ശശിഷ് വൈശാഖ് ഷഡ്ജെ കളിക്കും. വൈശാഖ് ബ്രാറിനെ പുറത്തിരുത്തിയിട്ട് കളിക്കും. ബ്രാർ ഫിംഗർ സ്പിന്നറിനെ ഇവിടെ വേണ്ടല്ലോ. അപ്പോൾ അതും ബ്രാർ ഒരു പുറത്തു പോകും, വൈശാഖ് കളിക്കും. അതും ഒരു ചാൻസാണ്. പക്ഷേ ബ്രാറ് കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ ചഹാൽ അവിടെ നല്ല രീതിയിൽ കളിക്കും എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ലോങ് ബൗണ്ടറീസ് ആയതുകൊണ്ട് ഫാക്ടറാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള സ്റ്റാറ്റ്സ് തന്നെ നോക്കുമ്പോഴത്തേക്ക് അവിടെ സ്പിന്നേഴ്സിനാണ് കൂടുതൽ. സ്പിന്നേഴ്സാണ്. അതെ അതെ പക്ഷെ വൈശാഖ്, എനിക്ക് തോന്നുന്നു വൈശാഖ് അവർക്ക് വേണ്ട ഒരു ബോളറാണ്. അവർ ഒരിക്കലും ഒഴിവാക്കാൻ അതെ പാടില്ലാത്ത അതെ ഒരു അതെ ബോളറാണ് ബ്രോ പറഞ്ഞ് വൈശാഖ്. കറക്റ്റാണ്. അവിടെ 2 സ്പിന്നേഴ്സിനെ കൊണ്ട് പോയിട്ടൊരു കാര്യമില്ല. അത് തന്നെയാണ് ഞാൻ ജി ടിയുടെ ടീമിലെ ചേഞ്ച് പറയുന്നതും. അതുകൊണ്ട് മാനവ് സുതാർ അവരുടെ ഒരു ഫിംഗർ സ്പിന്നറാണ്. കഴിഞ്ഞ കളി നമ്മൾ കഴിഞ്ഞ ആർ സി ബിക്കെതിരെ പോലും പറഞ്ഞിരുന്നു പുള്ളി പുറത്തിരിക്കേണ്ട ആളാണെന്ന്. അന്ന് കളിച്ചു, ബാറ്റും ചെയ്തില്ല, ബോളും ചെയ്തില്ല, വെറുതെ ടീമിലുണ്ടായിരുന്നുള്ളൂ. പുള്ളിയെ മാറ്റിയിട്ട് എയ്തർ പ്രസിദ്ധ് കൃഷ്ണ അല്ലെന്നുണ്ടെങ്കിൽ അശോക് ശർമ്മ, അവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചു വരും. കാരണം അതൊരു ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ പിച്ചാണ്. ഇത്രയും ആ വിക്കറ്റ് ഡിഫറൻസ് തന്നെ കാണുമ്പോൾ അറിയാം. അത് ഇത്രയും രീതിയിൽ അവിടെ പെർഫോം ചെയ്ത 2 കളിക്കാരെ വെളിയിൽ ഇരുത്തിയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത ഒരാളകത്ത് വരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ ഒരു ചേഞ്ചാണ് 2 ടീമിലും ഞാൻ മുന്നിട്ടിൽ കാണുന്നത്. ഓക്കെ. അപ്പോൾ നാളത്തെ 2 മാച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് മാച്ച് അത്ര ഒരു 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 കോമ്പറ്റീഷനുള്ള മാച്ചായിട്ട് തോന്നില്ല. പക്ഷെ സെക്കൻഡ് മാച്ച് എന്തായാലും ചാലഞ്ചിങ് ആയിരിക്കും. എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും പക്ഷേ ജെ ടി നല്ല രീതിയിൽ ഇത് കൊടുക്കും. എനിക്ക് ഈ മാച്ചിൽ പഞ്ചാബ് ജയിക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ. കാരണം ഇത്രയും ദിവസം നമ്മൾ ഈ താഴ്ത്തട്ടിലുള്ള ടീമുകൾ ജയിക്കണമെന്ന് പറഞ്ഞെങ്കിലും പഞ്ചാബ് ഒരു ടോപ്പിൽ തന്നെ നിന്നോട്ടെ, അത് കുഴപ്പമില്ല. കാരണം ജി ടി കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള മറ്റ് ടീമുകൾക്കൊരു ഇനി മറ്റ് ടീമുകളും കൂടെ കയറി വരണമെങ്കിൽ ജി ടി തോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജി ടി ഡോമിനൻസ് ആവും. ഈ കളിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ജി ടി ആർ സി ബി തോപ്പിച്ചു, പഞ്ചാബിനെ തോപ്പിച്ചു, പിന്നെ എന്താണ്. അപ്പോൾ അതെ അതെ ഫസ്റ്റ് മാച്ചിൽ എനിക്ക് കെ കെ ആർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സെക്കൻഡ് മാച്ചിൽ എനിക്ക് പഞ്ചാബ് തന്നെ ജയിച്ച് അവർ ടോപ്പിൽ നിന്നോട്ടെ ഇത് ഈ 2 വർഷം. നടക്കാനും സാധ്യത കൂടുതലാണ്. കെ ആറിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ആ വിന്നിങ് കോമ്പിനേഷൻ ആക്കി എടുക്കണം അവർ. അവർ പല രീതിയിൽ പല കാര്യങ്ങൾ കാണിച്ചിട്ടും വർക്കൗട്ട് ആയിരുന്നില്ല. പിന്നെയും പിന്നെയും ഒരേ പ്രശ്നം തന്നെയാണ് അവർക്ക് പറ്റുന്നത്. ടോപ്പ് ഓർഡർ ഫയർ പവർ ഇല്ല, ടോപ്പ് ഓർഡർ കൊളാപ്സ് ആകുക. അത് കറക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൂട്ട് തന്നെ ഒരു ബോളിംഗ് എക്സ്ട്രാ, അതായത് മുസർബാനി അല്ലെന്നുണ്ടെങ്കിൽ മദീഷ പതിരാണ ടീമിലേക്ക് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് 2 പേർക്കും എതിരെ 11 നല്ല അത്യാവശ്യം റെക്കോർഡുള്ളതാണ്. മുസർബാനി തൊട്ടു മുമ്പുള്ള കളി തന്നെ 3-4 വിക്കറ്റ് എടുത്തതുമാണ്. നേരെ മറിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് ബ്രോ പറഞ്ഞ തന്നെയാണ് കാര്യം. അവിടെ പഞ്ചാബ് ജയിക്കാനാണ് സാധ്യത. കാരണം പഞ്ചാബിൻ്റെ ബാറ്റ്സ്മാൻമാർക്ക് ഈ പറഞ്ഞ തൊട്ടൊരു ഒരു ഡെക്ക് ബോളിംഗ് അത്ര വലിയ പ്രശ്നമല്ല ടോപ്പ് 4-ന്. എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രേംചാരേ ഉള്ളൂ ആകെപ്പാടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലാതെ പ്രഭ്സുബ്രൻ ആണെന്നുണ്ടെങ്കിലും കൂപ്പർ കോൺലി ഓസ്ട്രേലിയയിൽ കളിച്ച് വളർന്ന ഒരാളാണ്. ശ്രേയസ് അയ്യറിനും ഇപ്പോൾ ഷോർട്ട് ബോൾ ഇനിഷ്യലി വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പം അത് എങ്ങനെ എന്നാലും ഈ ഗിവൺ ഡേ അവരുടെ ബോളേഴ്സിനെ അവിടുത്തെ ട്രാക്കിൽ ബുദ്ധിമുട്ടാണ്. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത് കുറച്ച് ക്വിക്കായി പോയി. വ്യൂവേഴ്സാണ് ഇതുവരെ കണ്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നത് ഇത് കുറച്ച് ക്വിക്കായി പോയി. കാരണം സാറ്റർഡേ സൺഡേ ആണ്. അരുൺ ബ്രോയും കുറച്ച് ബിസി ആയിരുന്നു, ഞാൻ അതിലധികം ബിസി ആയിരുന്നു. സോ ഇത് കുറച്ച് ഹറി ചെയ്തിട്ടുള്ളൊരു പ്രിവ്യൂ ആണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൻ്റെ ചെന്നൈ വേഴ്സസ് മുംബൈ മാച്ചിൻ്റെ റിവ്യൂ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും.
സോ അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള മാച്ചസ് എല്ലാം ഓരോരോ മാച്ചുകളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെ റിവ്യൂവും പ്രിവ്യൂവും ഒക്കെ തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ ഞാനും അരുൺ ബ്രോയും ഒത്തുചേരുന്നതിന് വരെ ബൈ. താങ്ക് യു.